നിന്നോടെൻ ദൈവമേ ഞാൻ ചേരട്ടെ, നിൻ ക്രൂശു ഞാൻ വഹിക്കെന്നാലുമേ. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുഷത്തെ ഓർക്കും തോറും രമ്യം. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുഷത്തെ ഓർക്കും തോറും രമ്യം. ലക്ഷ്യമെല്ലാം കാണുന്നല്ലോ കർത്തൻ തൻ വരവിൽ, നിത്യമായ രക്ഷയെ തൽപക്ഷമായി നൽകിയിടും, നിത്യമായ രക്ഷയെ തൽപക്ഷമായി നൽകിയിടും. ലക്ഷ്യത്തിൽ സുന്ദരൻ അക്ഷയെ നാം രക്ഷകൻ, എത്രയും ക്ഷണത്തിൽ നമ്മെ അക്ഷയരാക്കിയിടും. ലക്ഷ്യത്തിൽ സുന്ദരൻ അക്ഷയനാം രക്ഷകൻ, എത്രയും ക്ഷണത്തിൽ നമ്മെ അക്ഷയരാക്കിയിടും. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുഷത്തെ ഓർക്കും തോറും രമ്യം. രാജനേശു വന്നിടും നീ ഒരുങ്ങിയിട്ടുണ്ടോ, രാജനേശു വന്നിടും നീ ഒരുങ്ങിയിട്ടുണ്ടോ, നാടുതോറും നീ അവന്റെ സാക്ഷിയാകുന്നുണ്ടോ, നാടുതോറും നീ അവന്റെ സാക്ഷിയാകുന്നുണ്ടോ. പ്രിയ സോദര, നിനക്കു വേണ്ടി ഞാൻ സഹിച്ച കഷ്ടതയിൽ പങ്കു ഇന്നു നീ വഹിക്കുന്നുണ്ടോ. പ്രിയ സോദര, നിനക്കു വേണ്ടി താൻ സഹിച്ച കഷ്ടതയിൽ പങ്കു ഇന്നു നീ വഹിക്കുന്നുണ്ടോ. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുഷത്തെ ഓർക്കും തോറും രമ്യം. എണ്ണയുണ്ടോ നിൽവിളക്ക് നീ ഒരുങ്ങിയിട്ടുണ്ടോ, എണ്ണയുണ്ടോ നിൻവിളക്ക് നീ ഒരുങ്ങിയിട്ടുണ്ടോ, നിർമ്മലമാം നീതിവസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ, നിർമ്മലമാം നീതിവസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ. സ്നേഹത്തിനാഴവും നീളമാതിൻ വീതിയും ത്യാഗവും സമ്പൂർണതയും നീ ഗ്രഹിച്ചിട്ടുണ്ടോ. സ്നേഹത്തിനാഴവും നീളമാതിൻ വീതിയും ത്യാഗവും സമ്പൂർണതയും നീ ഗ്രഹിച്ചിട്ടുണ്ടോ. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുഷത്തെ ഓർക്കും തോറും രമ്യം. പാടിലാരും പാടിടാത്ത പാട്ടു നമ്മൾ പാടും, പാടിലാരും പാടിടാത്ത പാട്ടു പാടും, പാടിലാരും ചൂടിടാത്ത പാടാമുടി ചൂടും, പാടിലാരും ചൂടിടാത്ത പാടാമുടി ചൂടും. ജീവന്റെ നാഥനാ ത്യാഗം സഹിച്ചതാ സ്നേഹമണവാളനോട് സിയോൻ പുരേ വാഴും. ജീവന്റെ നാഥനാ ത്യാഗം സഹിച്ചതാ സ്നേഹമണവാളനോട് സിയോൻ പുരേ വാഴും. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുഷത്തെ ഓർക്കും തോറും രമ്യം.
എന്നാൽ അവന്റെ സകലം കീഴ്പ്പെട്ടുള്ള ശേഷം ദൈവം സർവമായതിന് പുത്രനും താൻ സകലവും ശരിയാക്കി കൊടുത്തതിന് കീഴ്പ്പെട്ടിരിക്കണം. അല്ല ഞാൻ ഞാൻ നേർക്കുന്നത് സ്നാനമേൽക്കുന്നതിന് ഞങ്ങളെന്നാകുന്നത് എന്തിന്? സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ ക്രിസ്തുയേശുവിൽ എനിക്ക് സംശയമാണ്. ഞാൻ ദിവസേന മരിക്കുന്നു. ഞാൻ എഫെസോസിൽ വെച്ച് യുദ്ധം ചെയ്യുന്നുണ്ട്. മാനുഷികനിൽ മരിച്ചോർ ഉയർത്തുന്നില്ലായെങ്കിൽ നാം തിന്നുക കുടിക്കുക നാളെ ചാവുമല്ലോ. വഞ്ചിക്കപ്പെടരുത്. ദുർഭാഷണത്താൽ സദാചാരം വിട്ടുപോകുന്നു. നീതിക്ക് നല്ലതായി വരുവേൻ. പാപം ചെയ്യാതിരിക്കുകയും ചിലർക്ക് ജഗത്തെ കുറിച്ച് പരിജ്ഞാനമില്ല. നിങ്ങൾക്ക് പരിജ്ഞാനമില്ല. ഞാൻ നിങ്ങൾക്ക് ഇതില്ലായി പറയുന്നു. പക്ഷേ അവൻ സത്യജായിക്കുന്നില്ല. ഈ വിധിക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല. ബോധത്തിൻ്റെയോ മറ്റുള്ളതിൻ്റെയോ മണിയത്തെ തെറ്റുന്നത് നിയമമോ തൻ്റെ ഇഷ്ടം പോലെ അതിന് ശരീരവും ഓരോ അതിൻ്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഇതുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മനുഷ്യങ്ങളുടെ മാംസം വേറെ, സ്വതീയ വേറെ. ആത്മീയം വിധത്തിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ അന്നുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ അന്നുകൊണ്ടുള്ളവരെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വതീയനെ പോലെ ശക്തിമാകും. നാം മണ്ണുകൊണ്ടുള്ളവൻ മരിച്ചതുപോലെ സ്വതീയന്റെ സമാധാനത്തെ ചെയ്ത് പോലെ വർദ്ധിച്ചു വരുന്നതിനാവുകയും 235-ാമത്തെ പാട്ട്. നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടതിൽ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടതിൽ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോൾ, യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോൾ, കാലൻ യേശു വരാൻ കാലമായി രൂപാന്തരം പ്രാപിക്കും. കാലൻ യേശു വരാൻ കാലമായി രൂപാന്തരം പ്രാപിക്കും. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടതിൽ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടതിൽ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. രോഗങ്ങളും മരണമതും തെല്ലും നീ ഭയപ്പെടാതെ. രോഗദുഃഖങ്ങളും മരണമതും തെല്ലും നീ ഭയപ്പെടാതെ. ദേഹം മണ്ണോടു ചേർന്നാലും രൂപാന്തരം
ഇമ്പവിടതിൽ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം ചാടുതടെ ഉയർക്കും വിശുദ്ധരെല്ലാം കാഹളനാദം കേൾക്കുമ്പോൾ ചാടുതട ഉയർക്കും വിശുദ്ധരെല്ലാം കാഹളനാദം കേൾക്കുമ്പോൾ പാരിൽ പാർത്തിടുന്ന അന്നാളിൽ രൂപാന്തരം പ്രാപിക്കും പാരിൽ പാർത്തിടുന്ന അന്നാളിൽ രൂപാന്തരം പ്രാപിക്കും ചേരുന്ന വേഗത്തിൽ ഇമ്പവിടതിൽ കാണുന്ന അന്നാളിൽ പ്രിയൻ പൊന്മുഖം ചേരുന്ന വേഗത്തിൽ ഇമ്പവിടതിൽ കാണുന്ന അന്നാളിൽ പ്രിയൻ പൊന്മുഖം യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. ടീച്ചറിനോടുള്ള ബന്ധത്തിലാണ് ബുക്കാനൻ ഹൈസ്കൂളിലെ അധ്യാപകരായ ഞങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. നീണ്ട വർഷക്കാലം ഷീജ ടീച്ചർ സ്കൂളിൽ പഠിപ്പിക്കുന്നു. പ്രിയ പിതാവിനെ കുറിച്ച് ടീച്ചർ പറഞ്ഞുള്ള അറിവ് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. എന്നാൽ ടീച്ചർ പലപ്പോഴും ഞങ്ങൾ ശ്രദ്ധിക്കുന്ന പ്രായമായ പിതാവിനെ സംരക്ഷിക്കാൻ കരുതുവാനൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ലോകത്തിൽ ആയിരിക്കുമ്പോഴും ടീച്ചർ വളരെ സ്നേഹത്തോടെ പിതാവിനെ കരുതുകയും ശുശ്രൂഷിക്കുകയും ചെയ്തതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളും വല്യപ്പച്ചൻ്റെ കാര്യത്തിൽ വളരെ കരുതലും സ്നേഹവും കാണിക്കുന്നവരാണെന്ന് ടീച്ചറുടെ വാക്കുകളിൽ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പ്രിയ പിതാവിൻ്റെ ഈ ലോകത്തിലെ ശുശ്രൂഷയ്ക്കായിട്ട് പ്രത്യേകിച്ച് ഒരു അധ്യാപകൻ എന്ന നിലയിൽ അനേക കുഞ്ഞുങ്ങൾക്ക് ദൈവസ്നേഹം പങ്കിടുവാനും ലോകത്തിൻ്റെ ജ്ഞാനം പങ്കിടുവാനും ജനമകനിലൂടെ ലഭിച്ച എല്ലാ ശുശ്രൂഷകളെ ഓർത്ത് ഞാൻ ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്നു. ഈ ലോകത്തിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പ്രത്യാശ പിതാവിനോടൊപ്പമുള്ള നിത്യ ജീവിതമാണ്. പ്രിയ പിതാവ് ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോടെ പൂർത്തിയാക്കി അനേകർക്ക് ദൈവസ്നേഹം പങ്കുവച്ച് കുടുംബത്തിൻ്റെ എല്ലാവിധമായ ശുശ്രൂഷകളും പ്രിയപ്പെട്ടവരോടുള്ള ബന്ധത്തിലുള്ള സേവനവും എല്ലാം സ്തുത്യർഹമായ നിലയിൽ പൂർത്തിയാക്കിയ ശേഷം പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോയതോർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ ജീവിതങ്ങൾ നാം ശോധന ചെയ്യേണ്ട സന്ദർഭങ്ങളാണല്ലോ ഇത്. നിത്യജീവനെക്കുറിച്ചുള്ള വാഗ്ദത്തം കർത്താവ് നമുക്ക് നൽകി ആ കർത്താവായ യേശുവിലുള്ള വിശ്വാസത്താൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നിത്യജീവന്റെയും നിത്യരാജ്യത്തിൻ്റെയും അവകാശികളായി നാം തീർന്നു. ഈ ലോകത്തിലെ കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ അതെല്ലാം തീരുകയും നാം പിതാവിനോടുകൂടെ ഒന്നിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ രോഗവും ദുഃഖവും മരണവും ഇല്ലാത്ത ഒരു നിത്യരാജ്യത്തിൽ സന്തോഷം പങ്കുവയ്ക്കുന്ന ആ വലിയ വാഗ്ദത്തത്തിന്റെ അവകാശികളായിട്ടാണ് കർത്താവായ യേശു നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. അതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രിയ ഷീജ ടീച്ചർ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ വളരെ ഭാരപ്പെട്ടു. പിന്നെ സ്കൂളിലൊക്കെ വന്നിരിക്കുമ്പോഴും പിതാവിനെ കുറിച്ചുള്ള ആ വലിയ വ്യാകുലത ടീച്ചറിൻ്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും ഔദ്യോഗിക കാര്യങ്ങളൊക്കെ ഏറ്റവും ഭംഗിയായി നിർവഹിപ്പാൻ ടീച്ചറിന് കഴിഞ്ഞത് ടീച്ചറിൻ്റെ പിതാവിൽ നിന്ന് ലഭിച്ച ആ കണിശതയും കൃത്യനിഷ്ഠയും ഒക്കെ ആയിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി പിതാവിൻ്റെ ഈ ലോകത്തിലെ ജീവിതത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ബുക്കാനൻ കുടുംബാംഗങ്ങൾ, ബുക്കാനൻ ഹൈസ്കൂള്, ബുക്കാനൻ PTA എന്നിവയുടെ എല്ലാം പേരിലുള്ള അനുശോചനം അറിയിക്കുന്നു. ഈശ്വരൻ്റെയും കുടുംബത്തിൻ്റെയും ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. ഒരിക്കൽ കൂടി സ്നേഹധനനായ ഈ പിതാവിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്നേഹാനും പരിശുദ്ധനുമായ സ്വർഗീയ നല്ല പിതാവേ,
ഈ ധ്യാന സമയത്തിൽ ഞങ്ങൾ ഒരു മനസ്സോടെ ദൈവസന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവെ, ഓരോ വ്യക്തി ജീവിതത്തെയും ഈ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ അവർക്ക് കർത്താവ് ഒരു ദൗത്യം നൽകിയിരിക്കുന്നത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തൻ്റെ വിളി കേട്ട് എൻ്റെ ദൗത്യം പൂർത്തിയാക്കി നിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്ന ഈ പിതാവിൻ്റെ എല്ലാ സേവനത്തിനായിട്ട്, ജീവിത മാതൃകകൾക്കായിട്ട് ഞങ്ങളങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയ പിതാവിന് ഈ ആയുസിൻ്റെ ഈ നാൾ വരെയും കൊടുത്ത എല്ലാ കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നൽകി ദാനമായി മകളെയും കൊച്ചുമക്കളെയും നൽകി കുടുംബത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളും അനുഭവിക്കാനും പ്രിയ പിതാവിനെ അവിടുന്ന് കൃപ നൽകിയതോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, പ്രത്യേകാല ഷീജ ടീച്ചറിനെയും ഹസ്ബൻഡിനെയും കുഞ്ഞുങ്ങളെയും ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ നിന്ന് ഭൗതിക പിതാവ് നഷ്ടമാകുമ്പോൾ ഞങ്ങൾക്കൊരു പിതാവ് സ്വർഗത്തിൽ ഇന്നും ജീവിച്ചിരിക്കുന്നതോർത്ത് ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, ഞാൻ ഒരിക്കലും നിങ്ങളെ അനാഥനായി വിടുകയില്ലെന്നുള്ള അവിടുത്തെ ആ വലിയ വാഗ്ദത്തത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. സ്ഥലമൊരുക്കുവാൻ പോകുന്നു, സ്ഥലമൊരുക്കിയാൽ പിന്നെയും നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങൾ എൻ്റെ അടുക്കൽ ഇരിക്കേണ്ടതിന് നിങ്ങളെ ചേർത്തുകൊള്ളുമെന്ന വാഗ്ദത്തം ചെയ്ത കർത്താവേ, അവിടുന്ന് ഞങ്ങളോട് കൂടെയുള്ളതിനായി സ്തോത്രം. എൻ്റെ മക്കളെ അവിടുന്ന് ആശ്വസിപ്പിക്കുന്നതിനാൽ, ബലപ്പെടുത്തുന്നതിനാൽ സ്തോത്രം. അവിടുത്തെ കൃപയുടെ ശീതള ചായയിൽ നിന്റെ മക്കൾ നിറഞ്ഞിരിക്കട്ടെ. തുടർന്ന് നടക്കാനിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും കർത്താവേ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വലിയ നാമമഹത്വത്തിനായി തീരുവാൻ തക്കവണ്ണം എല്ലാ ശുശ്രൂഷകളിലും അവിടുത്തെ വലിയ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കടന്നു വരാനിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തക്ക സമയത്ത് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാ അവിടുത്തെ ദൈവിക ദാസന്മാർക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ കുടുംബവുമായിട്ട് ബന്ധത്തിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നന്ദിയോടെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ പ്രത്യേക സമയത്ത് ഞങ്ങൾക്കും കടന്നു വരുവാന് കർത്താവേ, ഞങ്ങളുടെ നിന്റെ മക്കളുടെ സങ്കടത്തിലെ പങ്കുചേരുവാനും കൂട്ടായ്മ ആചരിപ്പാൻ തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഒരിക്കൽ കൂടി നിന്റെ മക്കളെ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സമാധാനത്തിന്റെ ദൈവം നിന്റെ മക്കളെ ആശ്വസിപ്പിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്പീക്കർ ഇരുന്നൂറ്റി പാട്ട് കൊടുക്കുന്നു. പാഠം എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണിയും എന്തൊരാപത്തും നേരത്തിൽ എനിക്ക് എന്ന് ദൈവം പറഞ്ഞു. 222 പാട്ട്. എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും എന്തൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എന്റെ ദൈവമത്രേ. എന്തൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എന്റെ ദൈവമത്രേ. ഇരുൾ തിങ്ങിടും പാതകളിൽ കരൾ വീങ്ങിടും വേളകളിൽ അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതുപോലൊരുവൻ. അരികിൽ
എന്റെ സാന്ത്വനവും ബലവും ഏറ്റവും അടുത്ത തുണയും എന്തോരാപത്തിനും ഏതു നേരത്തിനും എനിക്ക് പുത്രനാം അവനാം എത്തി വിശ്രമിപ്പാൻ ആശയോടെ ഞാൻ കാത്തിരിപ്പൂ. എന്റെ സങ്കേതവും ബലവും ഏറ്റവും നിന്നോടെൻ ദൈവമേ ഞാൻ ചേരട്ടെ, നിൻ ക്രൂശു ഞാൻ വഹിക്കുന്നാലുമേ എൻ ഗീതം എന്നുമേ നിന്നോടെൻ ദൈവമേ, നിന്നോടെൻ ദൈവമേ ഞാൻ ചേരട്ടെ. ദാസൻ യാക്കോബെ പോൽ രാക്കാലത്തിൽ വൻ കാട്ടിൽ കല്ലിന്മേൽ ഓറങ്ങുകിൽ എൻ സ്വപ്നത്തിലുമേ നിന്നോടെൻ ദൈവമേ, നിന്നോടെൻ ദൈവമേ ഞാൻ ചേരട്ടെ. നീ എന്നെ നടത്തും പാതയെല്ലാം വിണ്ണെത്തും ഏണി പോൽ പ്രകാശമാം ദൂതർ വിളിക്കുന്ന നിന്നോടെൻ
നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ഞങ്ങളുടെ ജീവന്റെയും ഞങ്ങളുടെ ആരോഗ്യത്തിന്റെയും ഉടമസ്ഥനും ദാതാവുമായ കർത്താവേ, അമ്മയുടെ ഉദരത്തിലെ ഉരുവായ നാളു മുതൽ ഇന്നുവരെയും നീ ഞങ്ങളെ ഓരോരുത്തരെയും നടത്തി പരിപാലിച്ച വഴികൾക്കായി സ്തോത്രം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നെന്ന് പറയുന്ന അങ്ങയുടെ ശബ്ദം ഞങ്ങളുടെ ജീവിതയാത്രയിൽ നീ ഞങ്ങളെ കേൾപ്പിക്കുന്നതിനാലെ സ്തോത്രം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ യാത്രയിൽ രോഗവും ദുഃഖവും വാർദ്ധക്യവും ക്ഷീണവും പ്രിയപ്പെട്ടവരുടെ വേർപാടും ഒക്കെ ഞങ്ങൾ നേരിടേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഞങ്ങളുടെ വേദനയുടെയും നിരാശയുടെയും മധ്യത്തിൽ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും എന്ന് പറയുന്ന ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ഈ ലോക ജീവിതയാത്ര താൽക്കാലികമാണെന്നും അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുമെന്ന് തിരുവചനത്തിലുണ്ടല്ലോ. പ്രിയ കർത്താവെ, കഷ്ടതയും അരിഷ്ടതയും നിറഞ്ഞ ലോകത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രിയ പിതാവിനെ വിളിച്ച് വേർതിരിപ്പാൻ അങ്ങേക്ക് തിരുവിഷ്ടമായതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുമെന്ന് തിരുവചനത്തിൽ ഞങ്ങൾ വായിക്കുന്നുണ്ടല്ലോ. പ്രിയ കർത്താവേ, എന്നാൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ് താൽക്കാലികമായി ഞങ്ങളിൽ നിന്ന് മാറ്റപ്പെട്ടു എന്ന് വിശ്വസിക്കുവാനും അധികം താമസിയാതെ നിദ്രയിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റ് വരുമെന്നും ഞങ്ങൾക്ക് തേജസ്സിന്റെ തുറമുഖത്തെ ഒരുമിച്ച് കാണാമെന്നുമുള്ള വലിയ വിശ്വാസവും പ്രത്യാശയും നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിനാല് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ഈ ലോകത്തില് ഞങ്ങള് ചാഞ്ഞു പോകുന്ന നിഴൽ പോലെയാകുന്നു തിരുവചനത്തിലുണ്ടല്ലോ. ഏത് മനുഷ്യന് ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രയാകുന്നുണ്ടല്ലോ. എന്നാൽ ഞങ്ങൾ ഒരിക്കലും കണ്ണുനീരും വേർപാടുമില്ലാത്ത അങ്ങയുടെ സന്നിധിയിൽ എത്തുവോളം ഇവിടെ കഷ്ടപ്പെടുന്നവരും ഞരങ്ങുന്നവരുമാണെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ അങ്ങയുടെ സന്നിധിയിലേക്ക് നീ വിളിച്ച് വേർതിരിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവിന്റെ നല്ല ജീവിതത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് മകളെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങൾക്കായി സ്തോത്രം, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കായി സ്തോത്രം. ബെഥാനിയയിലെ ലാസറിന്റെ ഭവനത്തിലെത്തി അവരോടൊപ്പം കണ്ണുനീരൊഴുക്കി അങ്ങയുടെ സാന്നിധ്യം ഈ ഭവനത്തിൽ ഉള്ളതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി പ്രിയപ്പെട്ട പിതാവിനെ യാത്ര അയക്കുവാൻ എല്ലാവർക്കും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കുവാനുള്ള ഞങ്ങളുടെ ശുശ്രൂഷകളെയൊക്കെ വാഴ്ത്തണമേ. അത് ചേരുവാനുള്ള പ്രിയപ്പെട്ടവരെയൊക്കെ കൂട്ടിവരുത്തണമേ. സകലവും നന്മയ്ക്കായിട്ട് ചെയ്യുന്ന അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ സമസ്ത ആവശ്യങ്ങൾ ഞങ്ങൾ വെക്കുന്നു കർത്താവേ. ഞങ്ങളെ ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ആയുസ് ബുദ്ധിപൂർവ്വം ചെലവഴിപ്പാൻ, നല്ലവരും വിശ്വസ്തരുമായ ദാസനെ എന്നുള്ള വിളി കേൾപ്പാൻ ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമേ. ഒരു പ്രാവശ്യം കൂടെ ദുഃഖത്തിലിരിക്കുന്ന കുടുംബാംഗങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. നീ അവരെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും വിശ്വാസത്തിൽ സ്ഥിരതയോടെ മുന്നോട്ട് പോകാൻ സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ യാചന കേട്ടതിനാലെ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമാകുന്ന യേശുമിശിഹായുടെ കൃപയും സമാധാനവും നാം എല്ലാവരും ഈ ഭവനത്തോടും കൂടെ വസിക്കുമാറാകട്ടെ. ഭൗതിക ശൈലം നമ്മൾ വെളിയിൽ എടുക്കാൻ പോവാണ്. ഈ സമയത്ത് വെളിയിൽ കൊണ്ടുവന്ന ഫാമിലി മെമ്പേഴ്സ് അവരുടെ ഫോട്ടോ എടുക്കാൻ ആദ്യമായിട്ട് എടുക്കുന്നുണ്ട്. ദയവായിട്ട് എല്ലാവരും സമയം കുന്തിരിക്കായൊരു
സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാമതിൻ ഭാഗ്യമോർക്കും തോറുമേനിക്കാശയേറുന്നു. സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാമതിൻ ഭാഗ്യമോർക്കും തോറുമേനിക്കാശയേറുന്നു. പാപലോകത്തിൽ കിടന്നു പാടുപേടുന്നു എനിക്കെപ്പോഴെൻ്റെ മോക്ഷ വീട്ടിൽ ചെന്നു ചേർന്നിടാം. പാപലോകത്തിൽ കിടന്നു പാടുപേടുന്നു എനിക്കെപ്പോഴെൻ്റെ മോക്ഷ വീട്ടിൽ ചെന്നു ചേർന്നിടാം. മുമ്പേ പോയിടുന്നോർ ഭാഗ്യമുള്ളവർ, മണ്ണിലുള്ള കഷ്ടതകൾ നീങ്ങി സ്വസ്ഥരായവർ. മുമ്പേ പോയിടുന്നോർ ഭാഗ്യമുള്ളവർ, മണ്ണിലുള്ള കഷ്ടതകൾ നീങ്ങി സ്വസ്ഥരായവർ. ലോകസംബന്ധ ഭവനം വിട്ടുപോയെന്നാൽ മോക്ഷേ കൈകളാൽ തീർക്കാത്ത വീട്ടിൽ പാർത്തിടാമല്ലോ. ലോകസംബന്ധ ഭവനം വിട്ടുപോയെന്നാൽ മോക്ഷേ കൈകളാൽ തീർക്കാത്ത വീട്ടിൽ പാർത്തിടാമല്ലോ. രണ്ടിനാൽ ഞരങ്ങി ഞാനും വാഞ്ചിച്ചിടുന്നു ആത്മവീണ്ടെടുപ്പാം പുത്ര സന്തോഷത്തിലെത്തുവാൻ. രണ്ടിനാൽ ഞരങ്ങി ഞാനും വാഞ്ചിച്ചിടുന്നു ആത്മവീണ്ടെടുപ്പാം പുത്ര സന്തോഷത്തിലെത്തുവാൻ. പാടുകൾക്കാശ്വാസം പ്രാപിപ്പാൻ എൻ്റെ മംഗലമോക്ഷപുരത്തിലെപ്പോഴെത്തും ഞാൻ. ഇങ്ങുപേടും പാടുകൾക്കാശ്വാസം പ്രാപിപ്പാൻ എൻ്റെ മംഗലമോക്ഷപുരത്തിലെപ്പോഴെത്തും ഞാൻ.
പ്രാവിനെ പോൽ രണ്ടു ചിറകുണ്ടെന്നാകിൽ ഞാൻ ശീഘ്രം എത്തും പറന്നെന്ന്. പരേതന്റെ ദേഹവിയോഗത്തിൽ ദുഃഖാർഹരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, ഞാനും പരേതനും തമ്മിലുള്ള ബന്ധം ഞങ്ങൾ 1973 ഒരേ ദിവസം വാഴപ്പള്ളി ഗവൺമെൻറ് ഹൈസ്കൂളിൽ അവിടെ അധ്യാപകരായിട്ട് ജോലി ചെയ്തു. 1973 1992 വരെ 19 കൊല്ലക്കാലം ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്കൂളിൽ പരസ്പരം സഹായിച്ചും കൈത്താങ് കൊടുക്കും ഇങ്ങനെ ഞങ്ങൾ കഴിഞ്ഞു വന്നു. 92 എനിക്ക് പ്രൊമോഷൻ കിട്ടി ഹെഡ് മാസ്റ്ററായിട്ട് പോയി കഴിയുന്നിടം വരെ ഈ 19 കൊല്ലം ഞങ്ങൾ രണ്ട് ദേഹമാണെങ്കിലും ഒരു മനസ്സായിട്ട് ഇങ്ങനെ കഴിഞ്ഞു പോയതാണ്. പെൻഷൻ പറ്റി ഞങ്ങൾ രണ്ടുപേരും പിരിഞ്ഞെങ്കിലും ഞാൻ 3-4 മാസങ്ങൾ കൂടുമ്പോൾ ഇദ്ദേഹത്തെ വന്ന് കാണുകയും ഞങ്ങൾ പഴയ ബന്ധം പുലർത്തുകയും ചെയ്യുമായിരുന്നു. മകൾ സീതയുമായിട്ട് എനിക്ക് നല്ല പരിചയമാണ്, നല്ല അടുപ്പമാണ്. സീതയുടെ വിവാഹം നടക്കുന്ന അവസരത്തിലും ഞാൻ അന്ന് മുതൽ ഈ വിവാഹത്തിലും പങ്കുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് വരികയാണ്. ഐസനെയും നേരിട്ട് അറിയാം, മക്കളെയൊക്കെ അറിയാം. ഇവിടെ അദ്ദേഹത്തിൻ്റെ സഹോദരനുണ്ട്, സഹോദരനുമായിട്ടും എനിക്ക് ഏറ്റവും അടുത്ത ബന്ധവും പരിചയവുമാണ്. എല്ലാവരുടെയും ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുകയാണ്. പരിതാത്മാവിൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖാന്തരായി ഇവിടെ കഴിയുന്ന, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോരുത്തരെയും ഞാൻ പ്രത്യേകം ഓർക്കുന്നു. നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കെടുക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ആത്മാവിനെ നിൽക്കുന്ന ശാന്തി നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. സാറിൻ്റെ വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബത്തോട് ഒരു വാക്ക് അനുശോചനം പറയാൻ ഞാൻ മലപ്പുറമാണ്. ഞാനും സാറും കൂടെ 2 വർഷം പൂഞ്ഞാറിന് അടുത്ത് ഇടമല എന്ന് പറയുന്ന സ്കൂളിൽ ജോലി ചെയ്താണ്. ഒന്നിച്ച് പഠിപ്പിച്ച ചിലരെ ഒക്കെ ലോകത്തിൽ നിന്ന് വേർപെട്ടു. ഞാനും സാറും കൂടെ വലിയ സ്നേഹമായിരുന്നു. 2 വർഷം ഞങ്ങളവിടെ സഹോദരന്മാരെ പോലെയാണ് അവിടെ ജീവിച്ചത്. എപ്പോഴും വന്ന് ഞങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ കൈ കൊടുത്ത് സ്വീകരിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചല്ല അവിടെ താമസിച്ച് അടുത്തുള്ള ഒരു ഭവനത്തിലാണ് സാറ് താമസിച്ച്. ഞങ്ങൾ 2 പേര് സ്കൂളിലാണ് താമസിച്ചത്. ഞങ്ങളുടെ രാവിലെയുള്ള പ്രേയറിലും ഒക്കെ സാർ വന്ന സമയം നല്ല ഒരു അധ്യാപകനായിരുന്നു. സാറിൻ്റെ വേർപാട് ഞങ്ങൾക്ക് എല്ലാവർക്കും ദുഃഖമാണ്. ഞങ്ങളുടെ കൂട്ടുകാരുടെ 2 പേരോട് ഞാൻ പറഞ്ഞു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഭവനത്തോടുള്ള ദുഃഖം അറിയിക്കുകയും ഒരു വാക്ക് പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ഥരാവേ ഈ ദുഃഖത്തിലിരിക്കുന്ന ഭവനത്തിന് വേണ്ടി ഞങ്ങൾ സ്തോത്രം ചെയ്തു. പിതാവെ കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും സ്ഥാനത്ത് നിന്ന് മകനെ വിളിച്ച് അവിടുത്തെ നിത്യരാജ്ഞ അവകാശിയാക്കി തീർത്തവർക്ക് സ്തോത്രം. പിതാവെ മകൻ്റെ നല്ല ജീവിതത്തിനായിട്ട് സ്തോത്രം, അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിനായിട്ട് സ്തോത്രം. നിങ്ങൾക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ ദൈവകൃപ എല്ലാവർക്കും കൊടുക്കാറ്. തുടർന്നുള്ള ശുശ്രൂഷയിലവിടുത്തെ സാന്നിധ്യം കൃപയുണ്ടായിരിക്കണം. തുടർന്ന് ഈ ഭവനത്തോടും കൂടെ ഇന്ന് അവർക്ക് പിതാവായിട്ട് അവരുടെ സകലവുമായിട്ട് നിൽക്കണം പ്രാർത്ഥിക്കുന്നു. സകലവും യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കണമേ. എൻ്റെ പേര് CJ വർഗീസ്. ഇവിടെ തോലിത്തേരി മുളമുണ്ട് ഉപ്പച്ചനടുത്ത കൂട്ടായ്മ വർഷങ്ങളായിട്ട് സാറും വന്ന് സഹകരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ സാറിൻ്റെ വീട്ടിൽ അനേക സന്ദർഭങ്ങളിൽ പോയിട്ടുണ്ട്. എൻ്റെ പേപ്പറിൽ കണ്ടു. ഫാമിലിയുള്ളതായ റോസമ്മയമ്മച്ചിനടുത്ത് അത് ഒരു കണ്ടേറ്റ് ഊരി ഇപ്പോഴാണ് വന്നത്. ഉള്ള വീട് കളയാതെ സൈക്കിളിൽ വരികയായിരുന്നു. അതുകൊണ്ട് സ്നേഹബന്ധം ഒരു വലിയ ബന്ധമാണ്. പാട്ടുകാരൻ പാടി പിരിയാബന്ധമാണിത് യുഗകാലം വരെയാണ്. ഇവിടെ ആരംഭിക്കുന്നു. ഒടുക്കം ചെല്ലുന്നിടത്ത് ചെല്ലുമ്പോൾ ഭൂമിയിൽ ഇവിടെ 2 വാക്യത്തിൽ അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം തരാവുന്ന സ്വർഗസ്ഥനായ പിതാവ് പറഞ്ഞിരിക്കുക. വാക്കുകളെ ചുരുക്കുന്നു. സന്തോഷമുണ്ട്. ഇവിടെ കൊണ്ടും ദൈവത്തിന് നന്ദി. അവസരം തന്ന എല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറായിരുന്നു.
187 കീർത്തനം പോകാം. ശോഭയേറും നാടൊന്നുണ്ടെങ്കിൽ കാണാമേ ദൂര വിശ്വാസത്താണ്. ശോഭയേറും നാടൊന്നുണ്ടോ കാണാമേ ദൂര വിശ്വാസത്താൽ ആകൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നു പ്രതീക്ഷിച്ചക്കരെ വേഗം നാം ചേർന്നു ഭംഗിയേറിയ തീരത്തു വേഗം നാം ചേർന്നു ഭംഗിയേറിയ തീരത്തു നവശോഭന നാട്ടിൽ പാടൂ വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം ഖേദം രോദനമാകില്ലല്ലോ നിത്യം സൗഭാഗ്യമാക്കൾക്ക് വേഗം നാം ചേർന്നിരൂ ഭംഗിയേറിയ തീരത്തു വേഗം നാം ചേർന്നിരൂ ഭംഗിയേറിയ തീരത്തു സ്നേഹമാം സ്വർഗദാതരുടെ സ്നേഹദാനത്തിനു നൽകുന്നാൾ വീഴ്ചയെ തരൂ നന്മയ്ക്കു കാഴ്ചയായി സ്തോത്രം പാടൂ വേഗം നാം ചേർന്നിടൂ ഭംഗിയേറിയ തീരത്തു വേഗം നാം ചേർന്നിടൂ ഭംഗിയേറിയ തീരത്തു. വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ നിന്നും 13 മുതലുള്ള വാക്യങ്ങൾ. സഹോദരരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് നിങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശം കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. ആഴത്തിൽ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. നിന്റെ ചെവി എന്റെ യാചനകൾക്ക് ശ്രദ്ധിച്ചിരിക്കണമേ. യഹോവേ, നീ എതിർത്തിങ്ങളെ ഓർമ്മ വെച്ച കർത്താവേ, ആർ നിലനിൽക്കും? എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ വിമോചനമുണ്ട്. ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. എന്റെ ഉള്ളം കാത്തിരിക്കുന്നവന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു. ഉഷസ്സനായി കാത്തിരിക്കുന്നവരെക്കാൾ എന്റെ ഉള്ള യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. ഇസ്രായേലേ, യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. യഹോവയ്ക്ക് കൃപയും അവന്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുമുണ്ട്.
അവൻ ഇസ്രായേലിനെ അവന്റെ അകൃത്യങ്ങളിൽ നിന്നൊക്കെയും വീണ്ടെടുക്കും. പിതാവിനും പുത്രനും വിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാവട്ടെ. തന്നെ ആമീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തെ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഓരോ താഴ്മയിൽ കൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഞാൻ നിന്നെ പ്രാർത്ഥിച്ച് വിളിച്ചിരിക്കുന്നു. നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടെ കടക്കുമ്പോൾ അവൻ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടെ നടന്നാൽ വെന്തുപോകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. കർത്താവേ, ഞങ്ങളുടെ അതിരങ്ങളെ തുറക്കണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയുടെ മഹത്വങ്ങൾ നിറഞ്ഞിരിക്കുന്നു. മഹാനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. നാമത്തിൽ വന്നവനും വിവാദിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന സ്തോത്രം കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കരുണകളുടെ പിതാവും സകല ആശ്വാസത്തിന്റെയും ദൈവവുമായുള്ളവേ, പുനരുത്ഥാനവും ജീവനുമായിരിക്കുന്ന കർത്താവായ യേശു മിശിഹായുടെ പിതാവേ, അവനിൽ വിശ്വസിക്കുന്നവരെല്ലാവരും മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്നവരിൽ വിശ്വസിക്കുന്നവർ ആരും എന്നേക്കുമായി മരിക്കയില്ലല്ലോ. അവനിൽ നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോൽ ദുഃഖിക്കരുതെന്ന് നിന്റെ വിശുദ്ധ അപ്പോസ്തലനെ കൊണ്ട് ഞങ്ങൾക്ക് ഉപദേശിപ്പിച്ചുവല്ലോ. നിന്റെ ജ്ഞാനത്തിലും സ്നേഹത്തിലും ഞങ്ങളുടെ ഈ പിതാവിനെ പാപവും പരീക്ഷയുള്ള ലോകത്തിൽ നിന്ന് വിളിപ്പാൻ തിരുമനസ്സായിരിക്കൊണ്ട് ഞങ്ങൾ നിനക്ക് മനഃപൂർവ്വമുള്ള സ്തോത്രം ചെയ്യുന്നു. നിന്റെ ദാസന്റെ വേർപാട് മൂലം ദുഃഖത്തിലിരിക്കുന്ന നിന്റെ മക്കളെ കടാക്ഷിച്ച് അവരെ ആശ്വസിപ്പിക്കണമെന്ന് ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. നിത്യപ്രത്യാശയുടെ ഉറവിടമായ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഞങ്ങൾ പാപികളായിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച നിന്റെ പ്രിയപുത്രന്റെ ക്രൂശിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന നിന്റെ അതിശയകരമായ സ്നേഹത്തെക്കുറിച്ചുള്ള ആഴമേറിയ ബോധം ഞങ്ങൾക്ക് നൽകണമേ. അവന്റെ മുഖത്തുള്ള പുനരുത്ഥാനത്താൽ സമ്പാദിതമായ ഭാഗ്യമായ പ്രത്യാശയാൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. സകലവും നന്നായി ചെയ്യുന്ന നിന്റെ ജ്ഞാനത്തിലും സ്നേഹത്തിലുള്ള വിശ്വാസത്താൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ. അനുഗ്രഹങ്ങളെ ഞങ്ങൾക്ക് നൽകുന്നവൻ നീ ആകുന്നു. ഞങ്ങളിൽ നിന്ന് അവയെ എടുക്കുന്നവനും നീ ആകുന്നു. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാം വാഴ്ത്തപ്പെട്ടതാകട്ടെ എന്ന് പൂർണ്ണ ഹൃദയത്തോടെ പറയുവാൻ എന്റെ മക്കൾക്ക് സഹായിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. തന്നെയുള്ള ദൈവമേ, മരണത്തിന് നിന്നിൽ നിന്നും നിന്റെ സ്നേഹത്തിൽ നിന്നും ആരെയും വേർപെടുത്തുവാൻ പാടില്ലാത്തതിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ക്ഷയമോ മാലിന്യമോ പാട്ടവും ഇല്ലാത്തതായി സ്വർഗത്തിൽ നിക്ഷേപിച്ചിരിക്കുന്ന അവകാശത്തെക്കുറിച്ച് ജീവനുള്ള പ്രത്യാശ മക്കൾ ജീവിപ്പിക്കണമേ. ഒരിക്കലും വേർപാടില്ലാതെ ഞങ്ങളുടെ പിതാവിന്റെ ഭവനത്തിൽ വാസസ്ഥലത്തിലേക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ സാക്ഷാൽ ഭവനമായ സ്വർഗീയ ഭവനത്തിൽ ഞങ്ങളെ വിട്ടുപോയ പ്രിയപ്പെട്ടവരോടുകൂടി ഞങ്ങളെയും ചേർക്കണമേ. നിന്റെ എല്ലാ വിശുദ്ധന്മാരോടുകൂടെ പാർപ്പാനും പിതാവിനും പരിശുദ്ധാത്മാവിനോടും കൂടെ കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്നവനായി ഞങ്ങളുടെ രക്ഷിതാവും രാജാവുമായ യേശുവേ, നിന്നോടുകൂടെ വാഴുവാൻ നിന്നിലേക്ക് തന്നെ ഞങ്ങളെ ചേർക്കണമെന്ന് ഞങ്ങൾ നിന്നോട് ഏറ്റവും വിനയമായി അപേക്ഷിക്കുന്നു. ഇക്കാലത്തിലായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. പ്രിയാവിന്റെ വേർപാടും
ദുഃഖിക്കുന്ന ഈ കുടുംബത്തെയും ബന്ധുമിത്രാദികളെയും സ്നേഹിതരെയും ഒക്കെ ഈ സമയത്ത് പ്രത്യേകം ഓർക്കും. ആവശ്യമായ ആശ്വാസത്തിനായി പ്രത്യാശയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, നിന്റെ വാഴ്ത്തപ്പെട്ട പുത്രനായ യേശു മിശിഹ തന്റെ സ്നേഹിതനായ ലാസറിന്റെ കല്ലറയിൽ കണ്ണുനീരൊഴുക്കിയല്ലോ. ഇപ്പോൾ ദുഃഖത്തിലും സംഘത്തിരിക്കുന്നവരെ കൃപയോടെ കടാക്ഷിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ ദിവ്യകരുണയാൽ അവരെ ആശ്വസിപ്പിക്കണമേ. നിന്നെ സ്നേഹിക്കുന്നവർക്ക് സകല നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നറിവാൻ അവരെ സഹായിക്കണമേ. നിന്റെ ഉറപ്പോടെ ആശ്രയിച്ചു കൊണ്ടിരിക്കാൻ കൃപയും ചെയ്യണമെന്ന് നിന്റെ കർത്താവായ ശിവശിയാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവേ, നീ ഞങ്ങൾക്ക് നൽകുന്ന ശിഷ്ടായി സ്നേഹധൈര്യത്തോടും ക്ഷമയോടും കഴിക്കുന്നതിനും പ്രത്യാശയില്ലാത്തവരെ പോൽ ദുഃഖിക്കാതിരിപ്പാനും കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്ക് നൽകിയ എല്ലാ നന്മകളെയും നന്ദിയോടെ ഓർപ്പാനും നിങ്ങളുടെ വിശ്വാസത്തോടും ഭയഭക്തിയോടും ഈ ആയുസിനെ വിട്ടുപോയ പ്രിയപ്പെട്ടവരോടുകൂടെ ചെന്ന് ചേരാവുന്ന പൂർണ്ണ നിശ്ചയത്തിലിരിപ്പാനും ഇപ്പോൾ ദുഃഖത്തിലിരിക്കുന്നതിന്റെ മക്കൾക്ക് വിശ്വാസത്തിന്റെയും ധൈര്യത്തിന്റെ ആത്മാവിനെ നൽകണമെന്ന് യേശുമിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമീൻ. ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ, നിന്നിൽ വിശ്രമിപ്പാൻ ഞങ്ങൾക്ക് മുമ്പായി കടന്നുപോയിട്ടുള്ള നിന്റെ എല്ലാ മക്കളോടും നിനക്കുള്ള കരുണയ്ക്കും കൃപയ്ക്കുമായി ഞങ്ങൾ നിന്റെ വലിയ നാമത്തെ പുകഴ്ത്തുന്നു. അവർ നടന്നതുപോലെ നിന്റെ മുമ്പാകെ നീതിയിലും വിശുദ്ധിയിലും നടന്ന് ത്യാഗപൂർവ്വം നിന്നെ സേവിച്ച് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് നന്ദിയുള്ള ഹൃദയങ്ങളെ തരണമെന്ന് കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമീൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം സ്തുതിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടസഹോദരെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യാഹാരം തരണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടന്നാടെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും ഇതിലേക്ക് നിൽക്കുന്നതല്ലോ. ആമീൻ. കർത്താവ് ജീവനോടിരിക്കുന്നവർക്ക് തൻ്റെ കൃപയും നമ്മെ വിട്ട് കടന്നുപോയ വിശ്വാസികൾക്ക് സ്വസ്ഥതയും സഭയ്ക്കും ലോകത്തിന് സകല മനുഷ്യർക്കും സമാധാനവും ഐക്യവും നമുക്ക് തൻ്റെ സകലദാസന്മാർക്കും നിത്യജീവനം നൽകുമാറാകട്ടെ. നിന്റെ പിതാവും പുത്രൻ പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന് അനുഗ്രഹങ്ങളുടെ ഉണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷയുടെ സമാപിക്കുന്നു. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി വിട്ടെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരു
വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ ഇല്ല തെല്ലുമേ എത്തി ഞാനെത്തി സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു ആകെയൽപനേരം മാത്രം എന്റെ യാത്ര തീരുവാൻ ആകെയര നാഴിക ജനറേറ്റർ ഉണ്ട്, ജനറേറ്റർ അടിക്കും.
കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ ഭാവമോ നാമോ നമ്മെ ജയിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. കീർത്തന 24 കീർത്തനം പാടുമ്പോൾ മൃതദേഹം കാണാനായിട്ട് താല്പര്യപ്പെടുന്നവർക്ക് കാണാൻ വരാവുന്നതാണ്. കീർത്തനം ഞങ്ങൾ
നിന്നോട് അപേക്ഷിക്കുന്നു. നിൽക്കുമ്പോൾ തന്നെ ഈ പ്രസംഗത്തിൽ കണ്ട
ജീവിതത്തിനായിട്ട് സേവനത്തിനായിട്ട് സാക്ഷ്യത്തിനായിട്ട് ജീവിതത്തെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ ജോലി അധ്യാപകയായിരുന്നു. അധ്യാപകയും വിശ്വസ്തയോടെ ഞങ്ങൾ സ്ഥാപനമായി സർവീസുമായി അധ്യാപകയുമായി നിർവഹിച്ചു. ഇന്ന് അനേക കുട്ടികൾക്ക് അതിന്റെ വെളിച്ചം പറഞ്ഞു. കൂടാതെ സഭയുമായുള്ള ബന്ധത്തിൽ ഫേസ്ബുക്ക് അധ്യാപകരുമാണ്. ഈ ഇടവകയിൽ നിന്ന് ലോകത്തിനായിരിക്കുന്ന അനേകരെ പ്രിയപ്പെട്ട പിതാവ് ഫേസ്ബുക്കിൽ പഠിപ്പിച്ചിട്ടുണ്ടാവും സ്വാഭാവികമായി. അപ്പം അനേകർക്ക് അതിന്റെ വെളിച്ചം സെക്യുലർ വിദ്യാഭ്യാസം കേട്ടാണെങ്കിലും മതബോധനം കേട്ടാണെങ്കിലും അദ്ദേഹം ഞാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനപരമായ അധ്യാപകനായി പ്രവർത്തിച്ചു. തീർച്ചയായിട്ടും അധ്യാപകരുടെയും ഇതര ജോലിയിൽ നിന്നും വ്യത്യസ്തമാണ്. കാരണം ആളത്തുകളെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു പ്രത്യേക ശുശ്രൂഷയാണുള്ളത്. തീർച്ചയായിട്ടും ഇങ്ങനെ വിശ്വസ്തയോടുകൂടി സത്യസന്ധയോടുകൂടി ആത്മാർത്ഥയോടുകൂടി അർപ്പണബോധത്തോടുകൂടി അദ്ദേഹം ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ട് അനേകർക്ക് അദ്ദേഹം പറഞ്ഞുകൊണ്ടുള്ള പഠനങ്ങൾ ജീവിതത്തിൽ ഗുണകരമായി പ്രവർത്തിച്ചു എന്നതിന് യാതൊരു സംശയമില്ല. നിങ്ങളുടെ പ്രയത്നം കർത്താവ് വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കുക. കർത്താവിന്റെ കയ്യിൽ എപ്പോഴും വർദ്ധിച്ച് വരുന്നവരും ആകുകയും ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യം സാഹചര്യ ചുറ്റുപാടുകൾ ഒക്കെ തന്നു. ഒരിക്കലും നമ്മുടെ മുമ്പിൽ അവശേഷിക്കും നമ്മുടെ കർത്താവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കർത്താവിന്റെ കയ്യിൽ വർദ്ധിച്ചു വരുന്നവരാണ്. എപ്പോൾ ഇൻക്രീസിംഗ് എന്നും വർദ്ധിച്ചു വരും. അത് ഔപചാരികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ശുശ്രൂഷകൾ മാത്രമാകണമെന്നില്ല. വാർദ്ധക്യത്തിലും ക്ഷീണാവസ്ഥയിലും രോഗശൈലിയിലും ആയിരിക്കുമ്പോഴും കർത്താവിന് സാക്ഷ്യം വഹിക്കുന്നത് അർത്ഥപൂർണ്ണമായിരിക്കും. അത് ആദ്യം പ്രൊഫസറുകൾ അതൊന്നും വൃദ്ധമായിട്ട് പോകും. ദൈവനാമ മഹത്വത്തിനായിട്ട് മറ്റുള്ളവരുടെ അനന്തരത്തിനായിട്ട് പ്രയോജനത്തിനായിട്ട് ജീവന്റെ പരിപോഷണത്തിനായിട്ട് നാം ചെയ്യുന്ന അല്പമായിട്ടുള്ള കാര്യങ്ങൾ അത് വൃഥാവല്ല. അതുകൊണ്ട് ആവോളം യേശുക്രിസ്തുവിന്റെ വാക്ക് പറഞ്ഞാൽ പകലുള്ളതോളം, പകലെന്ന് പറയുന്നത് ഇതിന്റെ പകല് പകൽക്കാലം കഴിഞ്ഞ സന്ധ്യയാകുമ്പോൾ വിളിച്ചുകൊള്ളത്തോളം ആ അർത്ഥത്തിലാവാം. അല്ലെങ്കിൽ ഇന്ന് 2013 വർഷത്തിന്റെ അവസാന ദിനമാണ്. വർഷം പിന്നീട് പകലുള്ളത്തോളം ഓരോ വർഷവും റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് പകലുള്ളത്തോളം അല്ലെങ്കിൽ എന്തിനുമായിട്ട് ആയുസ്യമായ ഒരു ജീവനുള്ളത്തോളം പകലുള്ളത്തോളം അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. പ്രിയപ്പെട്ട ജീവിതവും പ്രവർത്തനവും ശുശ്രൂഷയും നമുക്ക് മാറുകയാണ്. സാക്ഷിയുടെ വലിയൊരു ആ സമൂഹത്തിലേക്ക് പിതാവ് പ്രവേശിച്ചിരിക്കും. സാക്ഷിയുടെ വലിയൊരു സമൂഹം അനുഭവിക്കുന്നുണ്ട്. അവരുടെ നമുക്ക് പ്രയത്നം പ്രചോദനമാകട്ടെ. നല്ല മാർഗത്തിൽ നമുക്ക് ജീവിക്കാൻ പ്രവർത്തിക്കാൻ അധ്വാനിക്കാൻ അവരുടെ നാം ജീവിക്കുവാനൊക്കെ സർവശക്തനായും സഹായിക്കട്ടെ. ആശ്വാസ പ്രത്യാശയം നമ്മുടെ ജീവിതത്തിനാണ് സമർപ്പണം ചെയ്തു കൊള്ളാൻ കുടുംബത്തിന്റെ ഇടപെടലുകൾ കുടുംബത്തിന് വേണ്ടി നന്ദി പ്രകാശിപ്പിക്കാൻ സമയത്ത് ഈ സുശാസ നന്ദി പറയാനാണ് എന്നത് എൻ്റെ മൂത്ത സഹോദരനാണ്. എല്ലാ സഹോദരന്മാരാണ്. മൂത്ത
പറയുകയാണ് പല നല്ല കഴിവുകളുണ്ട്. അമേരിക്കയുടെ ബ്രദർ ഒരു ഭാഗം എനിക്ക് വേണ്ടി കണ്ടോൺസിന് വായിക്കാനായിട്ട് അയച്ചത് ഇംഗ്ലീഷിലാണ്. ഞാൻ ജസ്റ്റ് അത് വായിച്ചിട്ടാണ് ഞാൻ വായിച്ചിട്ടാണ്. When I heard the sad news of my brother William passed away, my thoughts instantly turned to the good things we can think, thank God for his life. The words came to my mind to put his life in godly perspective. We read that in 2 Corinthians 12:9, where Christ says to the Apostle Paul, "My grace is sufficient for you, for my power is made perfect in weakness." We think that Paul's thorn in the flesh was his bad eyesight. We all know my brother had to live with a serious vision handicap all his life. With that problem, he did not live like a victim. He accepted it and did the best he could do in his life, and learned that God's grace was sufficient for him. He got Jesus training certificate and led a full career as a government school teacher that included serving with the government census and working and now the rapid countryside and mining process. My own daughter, in her first year, stayed with my family in Trivandrum. One of her favorite memories is sitting with him, listening to stories. We still remember him as story. She still remembers him as storyteller. My brother has a very good memory and had many humorous stories which he would tell in his memory. In my repeated visits to India, in Trivandrum, I could find some time to spend with him. He was very interested in world events that point to the second coming of Jesus Christ. I could see him as one who had gladly accepted the comforting words of Jesus Christ as a guide to his life. My grace is sufficient for you. When he met with him in glory, he will have to have many personal stories to tell us about that, and will continue as the story unfolds. I pray for God's comfort and grace for the surviving members of the family to ensure his great love. To know that Sheila, Isaac, and children ministered to him the love, may God's blessing be on him forever. Yes, I wait to hear more of his stories. Regarding the Pajama,
Viva
പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി വിട്ടെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമൂരിഞ്ഞ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ, മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. മനുഷ്യനെ ജീവിച്ചിരിപ്പാനുള്ള കാല അല്പം അരിഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുന്നതുമാകുന്നു. അവൻ പോലെ ഉണ്ടായി പൊഴിഞ്ഞു പോകുന്നു, ഒരു നിഴൽ പോലെ ഓടിപ്പോകുന്നു, ഒരു സ്ഥിതിയിൽ തന്നെ നിൽക്കുന്നതുമില്ല. ജീവനോടിരിക്കുമ്പോഴും ഞങ്ങൾ മരണത്തിലിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം ന്യായമായി കോപിച്ചിരിക്കുന്നു. കർത്താവേ, ഞങ്ങൾ നിന്നിൽ നിന്നല്ലാതെ പിന്നെ ആരിൽ നിന്ന് സഹായം അന്വേഷിക്കേണ്ടു? ഇതിലും മഹാപരിശുദ്ധ ദൈവമാകുന്ന കർത്താവേ, മഹാശക്തിയുള്ള കർത്താവേ, പരിശുദ്ധതയും മഹാകരുണയുള്ള രക്ഷിതാവേ, നിത്യമരണത്തിന്റെ കൈപ്പായ വേദനകളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കരുതേ. കർത്താവേ, നീ ഞങ്ങളുടെ ഹൃദയങ്ങളിലെ രഹസ്യങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിന്റെ കരുണയുള്ള ചെവികൾ അടച്ചു കളയരുത്. എന്നാൽ ഞങ്ങളോട് കനിവുണ്ടാകണമേ. മഹാപരിശുദ്ധനായ കർത്താവേ, മഹാശക്തിയുള്ള ദൈവമേ, പരിശുദ്ധതയും കരുണയുള്ള രക്ഷിതാവേ, മഹായോഗ്യനും നിത്യനുമായ വിധി കർത്താവേ, ഞങ്ങളുടെ ഒടുക്കത്തെ നാഴികയിൽ ഞങ്ങൾ യാതൊരു മരണവേദന കൊണ്ടും നിങ്ങൾ നിന്ന് പിരിഞ്ഞു പോകുവാൻ സമ്മതിക്കരുതേ. ശവക്കല്ലറയിലെ വിശ്രമത്താൽ ശവക്കുഴിയത്തിന്റെ ജനങ്ങൾക്ക് പ്രത്യാശയുടെ കിടക്കയായി ശുദ്ധീകരിച്ച കർത്താവായ യേശുക്രിസ്തുവേ, പുനരുത്ഥാനവും ജീവനുമായിരിക്കുന്ന നിന്നിൽ നിന്റെ ദാസൻ സ്വസ്ഥത അനുഭവിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രകാരം ഈ ശവക്കുഴി അവന്റെ ശരീരത്തിന്റെ വിശ്രമ സ്ഥലമായി തീരുവാൻ കൃപയല്ലണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. പൂക്കളൊക്കെ മാറ്റാം, മുഖം മൂടി എന്നിലോട്
മരിച്ചുപോയ നമ്മുടെ ഈ പ്രിയ സഹോദരൻ്റെ ആത്മാവിനെ തൻ്റെ അടുക്കിലേക്ക് കൈക്കൊള്ളുവാൻ സർവശക്തിയുള്ള ദൈവത്തിന് തൻ്റെ മഹാകരുണ്യം തോന്നിയിരിക്കാൻ സകലം തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുടെ ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ ശിമിശിഹാ മൂലം നിത്യജീവങ്കിലേക്ക് ഉയർത്തെഴുന്നേക്കുള്ള നിശ്ചയമുറപ്പുള്ള പ്രത്യാശയോടുകൂടി നാം ഇവൻ്റെ ശരീരത്തെ മണ്ണിന് മണ്ണായി ചാരത്തിന് ചാരമായി ഭൂമിക്ക് ഭൂമിയായി ഭൂമിക്ക് ഏൽപ്പിക്കുന്നു. ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു അത് പറഞ്ഞ് എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വ്രതന്മാർ ഭാഗ്യവാന്മാർ, അതെ അവർ തങ്ങളുടെ പ്രയത്നങ്ങൾ വിശ്രമിക്കേണ്ടതാകുന്നുവെന്ന് ആത്മാവ് പറയുന്നു. സർവശക്തനായ ദൈവമേ, നിന്റെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ മിശിഹായുടെ ജ്ഞാന ശരീരത്തിൽ ഏകമായ സംസർഗത്തിലും കൂട്ടായ്മയിലും നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ നീ കൂട്ടിച്ചേർത്തിരിക്കുന്നുവല്ലോ. നിന്നെ മായം കൂടാതെ സ്നേഹിക്കുന്നവർക്കായിട്ട് നീ ഒരുക്കിയിട്ടുള്ള പറഞ്ഞു തീരാത്ത ആനന്ദങ്ങളിൽ പ്രവേശിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ സകല സുഹൃതവും ദൈവഭക്തിയുള്ള നടപ്പിൽ നിന്റെ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധന്മാരെ അനുഗമിക്കേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം കൃപ നൽകണമേ. സകല മനുഷ്യരുടെയും പിതാവായ നിത്യദൈവമേ, സർവ്വലോകത്തിന്റെയും ആവശ്യങ്ങളെ ഞങ്ങൾ നിങ്ങൾ ഫലമേൽപ്പിക്കുന്നു. വിദ്വേഷമുള്ളിടത്ത് സ്നേഹവും, ഭിന്നിച്ചിരിക്കുന്നിടത്ത് ക്ഷമയും, ആശ്രയമില്ലാതിരിക്കുന്നിടത്ത് വിശ്വാസവും, ദുഃഖിക്കുന്നവർക്ക് പ്രത്യാശയും, അന്ധകാരത്തിലിരിക്കുന്നവർക്ക് പ്രകാശവും നൽകണമെന്ന് ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ രക്ഷിതാവുമായ യേശു മിശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. യേശു മിശിഹായുടെ സ്നേഹം നിങ്ങളെ അവങ്കലേക്ക് ആകർഷിക്കുമാറാകട്ടെ. നമ്മുടെ പുനരുത്ഥാനം ജീവനുമായ യേശു മിശിഹായുടെ ശക്തി നിങ്ങളെ അവൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് ബലപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ പുനരുത്ഥാനം ജീവനുമായ യേശു മിശിഹായുടെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന് അനുഗ്രഹങ്ങളുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. ആമേൻ. നമുക്ക് സമാധാനത്തോടെ പോകാം. ഈ സംസ്കാര ശുശ്രൂഷയിൽ പങ്കേർന്ന കുടുംബാംഗങ്ങൾ, സ്നേഹിതരെല്ലാവരോടും